പാലക്കാട് എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണത്തിന് അനുമതി ലഭിച്ച ഒയാസിസ് കമ്പനിയുടെ നികുതി രേഖകളിൽ പൊരുത്തക്കേട്. 26 ഏക്കർ ഭൂമി കമ്പനിക്കുണ്ടെന്ന് പറയുമ്പോൾ നികുതി അടച്ചിരിക്കുന്നത് 21 ഏക്കറിന് മാത്രമാണ്. അതേസമയം ബിജെപിയുടെ അനിശ്ചിതകാല ഉപവാസ സമരം തുടരുകയാണ്. കമ്പനിക്ക് അനുമതി നൽകിയതിൽ ദുരൂഹത ഉണ്ടെന്നും CBI അന്വേഷണം വേണമെന്നും VK ശ്രീകണ്ഠൻ MP ആവശ്യപ്പെട്ടു. സർക്കാർ പാലക്കാട് എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണത്തിന് അനുമതി നൽകിയ ഒയാസിസ് സ്വകാര്യ കമ്പനിക്ക് പ്രദേശത്ത് 26 ഏക്കർ ഭൂമിയുണ്ടെന്നാണ് ആദ്യം മുതൽക്കേ പറഞ്ഞിരുന്നത്. ഇതിൽ 5 ഏക്കറിൽ മഴവെള്ള സംഭരണി നിർമ്മിച്ച് മദ്യനിർമ്മാണത്തിന് വെള്ളം കണ്ടെത്തുമെന്ന് മന്ത്രി രാജേഷും CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദനും ഉൾപ്പെടെ പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്ന ഒയാസിസ് കമ്പനിയുടെ നികുതി രേഖകളിൽ പൊരുത്തക്കേടുണ്ട്. 21 ഏക്കർ ഭൂമിക്ക് മാത്രമാണ് കമ്പനി നികുതി അടച്ചിരിക്കുന്നത്. അതിൽ 6 ഏക്കർ നിലമാണ്. അതുകൊണ്ട് തന്നെ വ്യവസായ ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റില്ല. ബാക്കി 15 ഏക്കറിൽ 5 ഏക്കറിൽ മഴവെള്ള സംഭരണി നിർമ്മിച്ചാൽ വ്യവസായത്തിന് 10 ഏക്കർ മാത്രമായിരിക്കും ബാക്കി ഉണ്ടാവുക. ഈ ഭൂമിയിൽ എങ്ങനെ വ്യവസായം ആരംഭിക്കും എന്നുള്ളതാണ് ചോദ്യം. മാത്രമല്ല, ഭൂമിയുടെ അളവ് സംബന്ധിച്ച് പോലും തെറ്റായ വിവരങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞു എന്നതും അറിയേണ്ടതുണ്ട്. അതേസമയം മദ്യനിർമ്മാണ കമ്പനിക്ക് അനുമതി നൽകിയ സർക്കാർ നടപടിക്കെതിരെ BJP എലപ്പുള്ളി പഞ്ചായത്തിന് മുന്നിൽ നടത്തുന്ന അനിശ്ചിതകാല ഉപവാസ സമരം ഇന്ന് 3ാം ദിവസത്തിലേക്ക് കടന്നു. BJP സംസ്ഥാന വക്താവ് TP സിന്ധുമോൾ 3ാം ദിനം സമരം ഉദ്ഘാടനം ചെയ്തു. 2022 അനുമതി നിഷേധിച്ച കമ്പനിക്ക് മദ്യനയം തിരുത്തിയതിനു ശേഷം പിന്നീട് അനുമതി നൽകിയതിൽ അഴിമതിയുണ്ടെന്നും ഭൂമിയുടെ നികുതി അടച്ചതുവരെ ദുരൂഹതയാണെന്നും വിഷയം CBI അന്വേഷിക്കണമെന്നും VK ശ്രീകണ്ഠൻ MP ആവശ്യപ്പെട്ടു. സർക്കാരിൻ്റെ മദ്യനയം മാറ്റുന്നതിൽ ഒയാസിസ് കമ്പനി മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നാണ് രേഖകൾ പറയുന്നത്. 30 വർഷത്തിന് മുമ്പേ പഴക്കമുള്ള കേരളത്തിലെ മദ്യനയം മാറ്റാൻ പ്രേരിതമായത് ഒയാസിസ് കമ്പനിയാണെന്ന് വളരെ വ്യക്തമായിരിക്കുകയാണ്. 2023 സംസ്ഥാന സർക്കാർ നേരത്തെയുള്ള മദ്യനയം മാറ്റുകയാണ്. ആരോടും കൂടിയാലോചിക്കാതെ, ചർച്ച ചെയ്യാതെ, സുതാര്യമല്ലാതെ ആ മദ്യനയം മാറ്റിയതിൻ്റെ പിന്നിൽ ഒയാസിസ് കമ്പനിയാണ്. സ്വാഭാവികമായിട്ടും സത്യപ്രതിജ്ഞാ ലംഘനമാണ് മുഖ്യമന്ത്രിയും എക്സൈസ് വകുപ്പ് മന്ത്രിയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ അഴിമതി ആരോപണം മറ്റൊരു കമ്പനിക്കാരും അറിയാതെ, മറ്റൊരു അപേക്ഷയും സ്വീകരിക്കാതെ, അത് പബ്ലിഷ് ചെയ്യാതെ സ്വകാര്യമായി സ്വീകരിച്ചത് വഴി കോടികളുടെ അഴിമതിയാണ് ഇതിൻ്റെ പിന്നിൽ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയം CBI അന്വേഷിക്കണം. ജനം, പാലക്കാട്.